കേരള ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ ലഭിക്കാനുള്ള കാലതാമസം പരിഹരിക്കണമെന്ന് കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. കേരള ബാങ്ക് പാലക്കാട് റീജിയണൽ ഓഫീസ് ഹാളിൽ ചേർന്ന വാർഷിക പൊതുയോഗം ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബാങ്കിനെ സംബന്ധിച്ച് യൂണിറ്റ് ബാങ്കുകളായിരുന്നു അന്ന്. ആ യൂണിറ്റ് ബാങ്കുകളായിരുന്നുകൊണ്ടാണ് അന്ന് നമ്മുടെ പെൻഷൻ ബോർഡിലേക്ക് പോയത്. 1995 ആദ്യമായി സാലമേൽ പെൻഷൻ വന്ന് 1995 പ്രൈമറി ജീവനക്കാർക്കും മറ്റ് സാധാരണ ജീവനക്കാർക്കും. അത് പിന്നീട് 99 നമുക്ക് ബാധകമാക്കിയത് കേരള ജില്ലാ ബാങ്കുകൾക്ക്. ആ ജില്ലാ ബാങ്ക് ഭേദമാക്കിയപ്പോൾ എന്തായി, അന്ന് വേറെ പെൻഷൻ ബോർഡോ ട്രസ്റ്റോ ഒന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു ജില്ലാ ബാങ്കിന്റെ പെൻഷൻ ബോർഡ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പെൻഷൻ ബോർഡിൽ നമ്മൾ പോയത്. ആ പോയിന്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുവരെ ആ പോയ ഇതനുസരിച്ചുകൊണ്ട് നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. ആ പെൻഷൻ തന്നെ ഇപ്പം എന്തായിരിക്കുന്നത്, 10 ലക്ഷത്തിൽ മീതെ പെൻഷൻ ഫണ്ട് തുകയുണ്ടെങ്കിൽ പെൻഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ലാബ് സിസ്റ്റവും. അതിന് മുമ്പുള്ള അതിന് 10 ലക്ഷത്തിൽ കുറവാണ് പെൻഷൻ തുക അടച്ചിരിക്കുന്നതെങ്കിൽ PF അടച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ 1.75% വെച്ച് കണക്കാക്കി കൊടുക്കുന്നിരുന്നു. ആ രീതിയിൽ നമ്മളിപ്പോൾ പെൻഷൻ കിട്ടുന്നത് നമ്മുടെ അവിടെ തുലവും കുറവാണ്. കേരള ബാങ്കിൽ നിന്നും കഴിഞ്ഞ 7 മാസത്തോളമായി വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും സാങ്കേതിക കാരണങ്ങളാൽ വൈകിയിരിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കണമെന്നും വിരമിച്ചവർക്ക് കാലതാമസം കൂടാതെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കഴിയുന്നതും വേഗം അനുവദിക്കണമെന്നും കേരള ബാങ്കിൽ നിന്നും വിരമിക്കുന്നവരുടെ പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കുന്ന പ്രവർത്തനം ദ്രുതഗതിയിലാക്കണമെന്നും കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PV ജയദേവ് സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി KK നാരായണൻ റിപ്പോർട്ടും VN മുരളീധരൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. A രാമദാസ്, C വേലായുധൻ, S കുമാരൻ, N മുഹമ്മദ് യൂസഫ്, T ശിവദാസ്, ചന്ദ്രൻ, സലീം, സൈനുദ്ദീൻ, ജഗദീഷ്, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രൻ സ്വാഗതവും P ദേവദാസ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.